ഈ മന്ത്രിമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതുപോലെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്നൊരു കാര്യമാകുമ്പോൾ പ്രതിപക്ഷമായിട്ട് ആലോചിക്കാം, സർവകക്ഷി സമ്മേളനം നടത്താം. ഇതൊന്നുമില്ലാതെ സ്വന്തം മന്ത്രിയുടെ തോന്നൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ ഏതെങ്കിലും ഒരു കവലപ്രസംഗത്തിലോ പറയുമ്പോഴാണ് പലപ്പോഴും നല്ല കാര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ ചരിത്രവും ഇതെല്ലാം വെച്ച് നോക്കാൻ ഒരുപാട് പേര് ലോകാരോഗ്യ സംഘടനയിൽ എത്തണ്ടേ, UN-ലെത്തണ്ടേ. നമുക്ക് അവിടെ എവിടെയും പേര് പറയാൻ 1-2 പേരേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം നമ്മൾ ഈ കുട്ടികളെ ഇപ്പോഴും ഡോക്ടർമാരാകാനോ എഞ്ചിനീയർമാരാകാനോ തയ്യാറെടുപ്പിക്കുന്നത്. അല്ല, മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ പോകാൻ താല്പര്യമില്ലാത്ത ഒരുപാട് കുട്ടികളാണ് തല്ലിപ്പഴിപ്പിച്ച് എൻട്രൻസ് പരീക്ഷ എഴുതിക്കാൻ നോക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും കൊണ്ടിട്ട് പഠിപ്പിക്കും. ഈ എങ്ങനെയെങ്കിലും മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വിജയ ശതമാനം കിട്ടാൻ ഞെട്ടിപ്പോകും. ഈ മെഡിസിൻ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നവർ എത്ര ശതമാനം, എത്ര പേരെന്ന് ചോദിച്ചപ്പോൾ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലും 4-5 പേരാണ് കൈ ഉയർത്തിയത്. ബാക്കി കുട്ടികൾ താല്പര്യമില്ല. കുട്ടികളുടെ പഠനഭാരം, കുട്ടികൾക്കുണ്ടാകുന്ന സ്ട്രെസ്സ്, കുട്ടികൾക്കുണ്ടാകുന്ന വിഷാദരോഗങ്ങൾ, കുട്ടികൾക്ക് അവർ വിചാരിച്ചിടത്ത് എത്താൻ വരുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തലുകൾ, അതുവഴി അവർക്കുണ്ടാകുന്ന വിഷാദരോഗങ്ങൾ, ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന സാഹചര്യങ്ങൾ, ഇതാണ് കേരളം അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. വേനലവധി ജൂൺ ജൂലൈയിലേക്ക് മാറ്റിയാലും മൺസൂൺ വെക്കേഷൻ ചർച്ചയ്ക്ക് തുടക്കമിട്ട് മന്ത്രി ശിവൻകുട്ടി. അതാണ് സർ വാർത്ത. സത്യത്തിൽ ഈ പ്രവണത നല്ലതാണ്? ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഈ മന്ത്രിമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ചിലപ്പോൾ അതിനകത്ത് ന്യായാന്യായങ്ങൾ കാണും, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതിന് സംവിധാനങ്ങൾ വേണം. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതാണ്, കേരളത്തിൽ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് അതിനെപ്പറ്റി ആലോചിക്കാം. ഇതുപോലെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്നൊരു കാര്യമാകുമ്പോൾ പ്രതിപക്ഷമായിട്ട് ആലോചിക്കാം, സർവകക്ഷി സമ്മേളനം നടത്താം. ഇതൊന്നുമില്ലാതെ സ്വന്തം മന്ത്രിയുടെ തോന്നൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ ഏതെങ്കിലും ഒരു കവലപ്രസംഗത്തിലോ പറയുമ്പോഴാണ് പലപ്പോഴും നല്ല കാര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നത്. ഇപ്പോൾ സമയത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ അവധിയുടെ കാര്യം മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഒരുപാട് ഇനിയും ഉടച്ചു വാർക്കേണ്ടതുണ്ട്. കേരളത്തിൽ വിദ്യാഭ്യാസ രീതി നവീകരിക്കേണ്ടതുണ്ട്. നമ്മൾ സിലബസ്, ദേശീയ സിലബസ്, സംസ്ഥാന സിലബസൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പലതും എക്സൽ ചെയ്യാൻ കഴിയുന്നില്ല. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള പ്രതിശീർഷ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ കൂടുതലുള്ള കേരളത്തിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം, മത്സര പരീക്ഷകളിൽ, പ്രത്യേകിച്ച് സിവിൽ സർവീസുകളുടെ പരീക്ഷകളിൽ അവിടെ ഇവിടെ ഓരോരുത്തരാണ് പെടുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളം സിവിൽ സർവീസ് പരീക്ഷയിൽ ഏറ്റവും മുന്നിൽ വരണ്ടേ? അപ്പോൾ ഇതുപോലെ വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് UN-ലെത്തിപ്പെട്ടവർ, യുണൈറ്റഡ് നേഷൻസിൻ്റെ മറ്റ് ഭാഗങ്ങളിലെത്തിപ്പെട്ടു. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ ചരിത്രവും ഇതെല്ലാം വെച്ച് നോക്കാൻ ഒരുപാട് പേര് ലോകാരോഗ്യ സംഘടനയിൽ എത്തണ്ടേ, UN-ലെത്തണ്ടേ. നമുക്ക് അവിടെ എവിടെയും പേര് പറയാൻ 1-2 പേരേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം നമ്മൾ ഈ കുട്ടികളെ ഇപ്പോഴും ഡോക്ടർമാരാകാനോ എഞ്ചിനീയർമാരാകാനോ തയ്യാറെടുപ്പിക്കുന്നത്. എൻ്റെ കുട്ടികൾ പല രാജ്യങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ജനീവയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ സ്കൂളിലൊരു ക്ലാസ് ചെന്നില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ സ്പോർട്സിന് ചെന്നില്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ കത്ത് വേണം. ആലോചിച്ച് നോക്കണം. ഇവിടെ നമ്മൾ കുട്ടികളോട് കളിച്ച് നടക്കരുതെന്നാണ് പറയുന്നത്. കളിക്കുന്ന എന്തോ ഒരു അപകടം പോലെയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് കുട്ടി പറഞ്ഞു, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണി തൊട്ട് ട്യൂഷൻ തുടങ്ങുകയാണ്. എല്ലാ ട്യൂഷൻ കഴിയുമ്പോഴത്തേക്കും രാത്രി 10-11 മണിയാകും. ഉറങ്ങാൻ പോലും നേരമില്ല. ഇത് മുഴുവൻ ക്ലാസ്സിലെ പാഠങ്ങൾ, പിന്നെ എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ്. ഈ കുട്ടികൾക്ക് എവിടെയാണ് ശ്വസിക്കാൻ, സ്വതന്ത്രമായി ചിന്തിക്കാൻ, ഒരിടത്തിരിക്കാൻ സമയം കിട്ടുന്നത്? എന്തെങ്കിലും കലാവാസന ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ എപ്പോഴാണ് അവസരം കിട്ടുന്നത്? എന്തെങ്കിലും കായിക വിനോദത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴാണ് കളിക്കാൻ പറ്റുന്നത്? ഇതൊക്കെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇതൊക്കെ ആഗ്രഹിച്ച് പ്രവേശന പരീക്ഷയും അതിനുവേണ്ടി പ്രത്യേക സ്ഥാപനങ്ങളും ലക്ഷക്കണക്കിന് രൂപയും ചിലവാക്കുന്നത്. മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഇപ്പോൾ 10-35 മെഡിക്കൽ കോളേജുണ്ട്. ആ എല്ലാ കോളേജിലെയും സീറ്റുകൾ കൊണ്ടുപോലും ഇതിൻ്റെ ഒരു ചെറിയ ശതമാനം പേരെ മാത്രമേ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുള്ളൂ. മാത്രമല്ല, മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ പോകാൻ താല്പര്യമില്ലാത്ത ഒരുപാട് കുട്ടികളാണ് തല്ലിപ്പഴിപ്പിച്ച് എൻട്രൻസ് പരീക്ഷ എഴുതിക്കാൻ നോക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും കൊണ്ടിട്ട് പഠിപ്പിക്കും. എങ്ങനെയെങ്കിലും മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വിജയ ശതമാനം കിട്ടാൻ ഞെട്ടിപ്പോകും. അപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ പഠിക്കുന്നതുകൊണ്ടാണ്. ഞാൻ 2 മെഡിക്കൽ കോളേജുകളിൽ മുഴുവൻ മെഡിക്കൽ വിദ്യാർത്ഥികളുള്ളപ്പോൾ അവരോട് ചോദിച്ചു, ഇവിടെ ഈ മെഡിസിൻ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നവർ
എത്ര ശതമാനം എത്ര പേരെന്ന് ചോദിച്ചപ്പോൾ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലും 4-5 പേരാണ് കൈ ഉയർത്തിയത്. ബാക്കി കുട്ടികൾ താല്പര്യമില്ല. ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചോദിച്ചപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ കിടക്കുകയാണ്. ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് കുട്ടികളാരും കൈവെക്കുന്നില്ല, 1-2 പേരാണ്. അപ്പോൾ മുഴുവൻ ചില കുട്ടികളൊന്ന് പറഞ്ഞു, എൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ്റെ താല്പര്യം കൊണ്ട് എന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണെന്ന്. ഇതൊന്നുമല്ല, എനിക്കറിയാവുന്ന കുട്ടി മെഡിക്കൽ കോളേജ് എൻട്രൻസ് കിട്ടാത്തതിന്, മെഡിസിൻ കിട്ടാത്തതിന് അച്ഛൻ തല്ലിയൊരു കുട്ടി എനിക്കറിയാം. അവൾക്ക് എഞ്ചിനീയറിംഗ് കിട്ടി, അപ്പോൾ മെഡിസിൻ കിട്ടാത്തതിന് പെൺകുട്ടിയെ അച്ഛൻ തല്ലുകയാണ്. ഇതാണ് നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, ഇടപെടലുകൾ നടത്തേണ്ടത് ഈ മേഖലകളിലാണ്. കുട്ടികളുടെ അവർക്ക് പറ്റാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചിട്ട് മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിലും കയറ്റാൻ നോക്കുകയാണ്. അത് നടക്കാതെ വരികയാണ്. അവർ നിരാശരാകുകയാണ്. അതെല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ അവർ മനസ്സിലാക്കിക്കുകയാണ്. 25 വർഷം മുമ്പ് ഡൽഹിയിൽ പോകുമ്പോൾ പോലും, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഡൽഹിയിൽ താമസിക്കുമ്പോഴും അവിടെ കണ്ടിരുന്നത് എക്കണോമിക്സും പൊളിറ്റിക്സും ഒക്കെ അഡ്മിഷൻ കിട്ടാനാണ് പാട്. ഇവിടെ സയൻസും മാത്സും പഠിക്കാനാണ് തിരക്ക്. പക്ഷെ മറ്റ് നമ്മുടെ ദേശീയ തലസ്ഥാനത്ത് പോലും ഇതൊന്നും ഡോക്ടറാകാൻ ആളെ കിട്ടില്ല. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറാകാൻ ചെറുപ്പക്കാരെ കിട്ടുന്നേ ഇല്ല. ഡോക്ടർമാർ വേണം, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ മറ്റ് കഴിവുള്ളവർ മറ്റ് മേഖലകളിലേക്ക് പോകും. ഞാൻ മെഡിസിൻ പഠിച്ചപ്പോൾ എന്നോട് ആ വർഷങ്ങൾ, അതിന് മുന്നേ വർഷങ്ങൾ, അതിന് ശേഷമൊക്കെ കലാതിലകങ്ങളായിട്ട് വന്ന ഒരുപാട് പേർക്ക് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. കല അതോടെ അവർ അവസാനിച്ചു. അവർ പക്ഷേ മെഡിക്കൽ കോളേജ് വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ അറിയുന്ന, ലോകം മുഴുവൻ അറിയുന്ന കലാകാരന്മാരായി തുടരേണ്ട പല മനുഷ്യരുടെയും ആ ഭാവി മെഡിക്കൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞത്, ഈ ഏത് മാസം അവധി കൊടുക്കണമെന്ന് അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് വിദ്യാഭ്യാസ മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അനാവശ്യമായ ചർച്ചകളിലേക്ക് കൊണ്ടുപോകാതെ അത് സർക്കാരിനകത്തും പിന്നെ മറ്റ് കക്ഷികളുമായിട്ടും ഘടകകക്ഷികളുമായിട്ടും പ്രതിപക്ഷ കക്ഷികളുമായിട്ടൊക്കെ ചേർന്ന് വിദ്യാർത്ഥികളുമായിട്ടും രക്ഷകർത്താക്കളൊക്കെ ചേർന്ന് ഇതിൻ്റെ വരുംവരായികളൊക്കെ സംസാരിച്ച് അത് ആവശ്യമൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഒരു മന്ത്രിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോന്നുന്ന കാര്യം കേരളത്തിൽ നിയമമാകാൻ പാടില്ല. അനാവശ്യ ചർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പല നല്ല വിഷയങ്ങൾ പോലും അതിൻ്റെ കുമ്പടഞ്ഞു പോകും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇതൊക്കെയല്ല, ഇതൊന്നുമല്ല പ്രധാന പ്രശ്നങ്ങളെന്നുള്ളതാണ്. കുട്ടികളുടെ പഠനഭാരം, കുട്ടികൾക്കുണ്ടാകുന്ന സ്ട്രെസ്സ്, കുട്ടികൾക്കുണ്ടാകുന്ന വിഷാദരോഗങ്ങൾ, കുട്ടികൾക്ക് അവർ വിചാരിച്ചിടത്ത് എത്താൻ വരുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തലുകൾ, അതുവഴി അവർക്കുണ്ടാകുന്ന വിഷാദരോഗങ്ങൾ, ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന സാഹചര്യങ്ങൾ, ഇതാണ് കേരളം അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് എന്തുകൊണ്ട് അവിടെ പിഴച്ചു പോകുന്നു, എന്തുകൊണ്ട് നമ്മുടെ മനുഷ്യർ സ്വന്തം ജീവിതം നഷ്ടപ്പെടുന്നു, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതും ഇതിനെത്രത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ സമ്മർദ്ദം അവരിലുണ്ടാക്കും. ഇത് പറയുന്നതല്ല, നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളെ ആലോചിച്ച്, നമ്മുടെ വീട്ടിലെയും നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കാണാം. എന്നിട്ട് നമ്മളെല്ലാം വിചാരിക്കുന്നത് മറ്റാർക്കും സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധിക്കേണ്ടത്, അവിടെയാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധിക്കേണ്ടത്.